ഹലോ നമസ്കാരം, രാധസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പുഴയും കടന്ന് എന്ന സീരിയലിൻ്റെ കഥയിലേക്ക് പോകാം കേട്ടോ. ഇന്നിപ്പോൾ 19/6/26 കഥയാണേ. അപ്പോൾ നമ്മളുടെ യമുനയെ അന്വേഷിച്ചുള്ള നടത്തമാണ് ഇവിടെ ഗംഗയും കാവേരിയും അതുപോലെ വിനീതും കൂടെ. അപ്പോൾ അവർ നടന്ന് നടന്ന് എവിടെ എത്തുന്നില്ല. കാരണം എവിടേക്കാണ് ഈ കുട്ടി പോയതെന്നുള്ള ഒരു അന്വേഷണവും ഒന്നും പിന്നെ ഇവർക്ക് കിട്ടുന്നില്ല സംഭവം. അപ്പോൾ അവർ എന്ത് ചെയ്യണമെന്നറിയാണ്ട് നിൽക്കുകയാണ്. അതിന് മുന്നേ എന്താ പറയുക, നമ്മളുടെ യമുന അവിടെ കടന്ന് കരച്ചിലാണ്. കരഞ്ഞറിയാം, അച്ഛാ ഞാൻ അബദ്ധം പറ്റിപ്പോയി, എനിക്ക് അച്ഛാ, പിന്നെ എന്നെ രക്ഷിക്കുക അച്ഛാ, ഞാൻ വിശാലിനെ വിശ്വസിച്ച് പോയി അച്ഛാ, കണ്ടോ എന്നെ കൊടുന്ന് പൂട്ടിയിട്ടിരിക്കുന്നത്, അമ്മ അവിടെ കടന്ന് കരയാവും അച്ഛാ എന്നൊക്കെ പറഞ്ഞാൽ അവളവിടെ കടന്ന് ഭയങ്കര കരച്ചിലാണ്. മറ്റേ ആ വീടിൻ്റെ ഉള്ളിൽ അത് ജയപാലൻ്റെ ഒരു ഫാം ഹൗസാണ് അത്രേ. അപ്പോൾ അവിടെയാണ് ഈ കുട്ടീനെ കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ മറ്റവന്മാർ രണ്ടുപേരും അവിടെ ഉണ്ട്, അതായത് ഇവൻ്റെ കൂടെ പോയ ഒരുത്തന്മാരുണ്ട്, അവന്മാരും അവിടെ ഉണ്ട്. പക്ഷെ അവന്മാർ ഇവളെ കണ്ടിട്ടില്ല. ഇവനും ഒന്നും അവളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, പക്ഷെ നല്ലോണം തല്ലിയിട്ടുണ്ട് കേട്ടോ, നല്ല അടി അടിച്ചിട്ടുണ്ട് ഇവളേനെ. അപ്പോൾ ഇവൾ എന്നിട്ട് അവിടുന്ന് കരയാണ്. കരഞ്ഞ് നിൽക്കുമ്പോൾ കാണാം ഇവൻ ഒരു ഷൂ ഇങ്ങനെ എൻ്റെ അടി ശബ്ദം അങ്ങനെ കേൾക്കണു. അപ്പോൾ പിന്നെ മെല്ലെ അവൾ മിണ്ടാണ്ട് വാതിലിൻ്റെ പിറകിൽ പോയി മറിഞ്ഞിരിക്കുന്ന ആ സമയത്ത് പിന്നെ ഇവൻ വന്ന് ഇപ്പോൾ യമുനെ എന്ന് പറഞ്ഞ് അകത്ത് കയറുമ്പോഴേക്കും ഇവനെ തള്ളിയിട്ടിട്ട് ഓടുക. അവിടെ നിന്നിട്ട് അവിടെ പിടിക്കും. അവിടെ പിടിച്ച് കാലിൽ വലിച്ച് കൊണ്ടുവന്ന് റൂമിലിടുകയാണ്. റെഡി അപ്പോഴേക്കും ഒത്തിരി അടിക്കുന്നുണ്ട്. അതൊന്നും പിന്നെ നമ്മൾ കാണുന്നില്ല കേട്ടോ. അപ്പോൾ പറയും ഇനി തല്ലല്ലേ എന്ന് പറയുന്നുണ്ട്. ഇനി എന്നെ തല്ലല്ലേ എന്ന് പറയുമ്പോൾ അവളെ തല്ലിയെന്നാണല്ലോ. അപ്പോൾ പറയുന്നത് തല്ലല്ലേ വിശാൽ എന്നറിയാം. അപ്പോൾ ഇനി നിന്നെ തല്ലേ, നീ എൻ്റെ പെണ്ണല്ലേ, നിന്നെ അങ്ങനെ തല്ലാൻ പാടുണ്ടോ, എനിക്ക് അത്രയ്ക്ക് ദേഷ്യമാണ്, നിന്നെ അർപ്പാണ്, അങ്ങനെ എന്തൊക്കെയോ ഡയലോഗുകളൊക്കെ വെച്ച് കാച്ചുന്നുണ്ട്. അപ്പോൾ പറയും നീ എന്താണ് ഈ വിചാരിച്ചത്, എൻ്റെ അച്ഛൻ പോലും അറിയേണ്ട അച്ഛനെ മനസ്സുകൊണ്ട് ഞാൻ വാക്ക് കൊടുത്താൽ നിന്നെയൊക്കെ നശിപ്പിച്ച് അടങ്ങുമെന്ന് ഞാനന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛന് വാക്ക് കൊടുത്തതാണ്. അന്ന് എൻ്റെ അച്ഛനെ ആ മറ്റേ എന്താണ് ഇവിടെ വെച്ചിട്ട് അവരുടെ സ്ഥലം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് അപമാനിച്ചില്ലേ, അന്ന് നിങ്ങൾ 5 എണ്ണത്തിൻ്റെയും പിന്നെ തല കാല് നിലത്ത് കുത്താണ്ട് കിടന്ന് ആടണമെന്ന് ഞാൻ അന്ന് മനസ്സിൽ വിചാരിച്ചതാണ്. നീ നാറാൻ പോകുന്നുള്ളൂ. ഒരു ദിവസം രാത്രി മുഴുവൻ നീ വിശാലിൻ്റെ കൂടെ കഴിഞ്ഞെന്ന് പുഷ്പവാടി മുഴുവൻ അറിയട്ടെ, കോളേജ് മുഴുവൻ അറിയട്ടെ, എന്നിട്ട് നിന്നെ അപമാനം കൊണ്ട് നീയും നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരങ്ങളൊക്കെ തൂങ്ങി മരിക്കുക, അത് എനിക്ക് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ വിശാൽ ഇങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറയൂടി, നീ എന്താ വിചാരിച്ചത്, നിങ്ങൾക്ക് മാത്രം അഭിമാനമുള്ളതെന്നുള്ളൂ, ഞങ്ങൾക്കുണ്ടടി അഭിമാനം എന്ന് പറഞ്ഞിട്ട് അവളെ അങ്ങനെ വഴക്ക് പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ. അപ്പോൾ ആ ഒരു ദേഷ്യം, അപ്പോൾ അവളൊന്നും മിണ്ടാണ്ട് അങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്ത് അറിയും നീ ഇവിടെ കിടക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വാതിലൊക്കെ അടച്ചു കൂട്ടിയിട്ട് പിന്നെ പോവുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റവന്മാർ രണ്ടാളും വരുന്ന അവിടെ ഭയങ്കര വെള്ളടിയും കാര്യങ്ങളും. എടാ നീ എന്താടാ ചെയ്യുന്നത്, നീ എത്ര നേരം നീ എവിടെ ആയിരുന്നടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ എന്തായിരുന്നു അവിടെ ഉള്ളിൽ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ എന്താ അതൊക്കെ തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും പിന്നെ പക്ഷെ അവിടുന്ന് ഭയങ്കര കരച്ചിലാണല്ലോ കേൾക്കുന്നത് അറിയുമ്പോൾ എല്ലാ സ്നേഹത്തിനും അങ്ങനെ കരച്ചിലൊക്കെ കേൾക്കാം എന്ന് പറഞ്ഞാൽ ഒരു 3 ആളും കൂടി ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ ഗംഗയും കാവേരിയും കൂടെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ പറയും എന്താ ഇനി വിനീതേട്ടാ നമ്മൾ ചെയ്യുക, അവളെക്കുറിച്ച് ഒരു വിവരം കിട്ടുന്നില്ലല്ലോ, എന്ത് നമ്മൾ ചെയ്യുമെന്ന് പറയുമ്പോൾ വിനീത അറിയൊരു ഓട്ടോ പോലും കാണുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഇവൾക്ക് കാവേരിക്ക് ദേഷ്യം വരും. പറയും കാവേരി അറിയും ഗംഗേച്ചി ഇത്ത കാര്യമൊക്കെ ശരി തന്നെയാണ് കേട്ടോ, ഈ അവസരമില്ലാത്ത സമയത്തുള്ള പിന്നെ വിനീതേട്ടൻ്റെ വളിച്ച കോമഡി കേൾക്കാൻ എനിക്ക് താല്പര്യമല്ല. വിനീതേട്ടനല്ല നഷ്ടം, എനിക്കാണ് നഷ്ടം. കാരണം എൻ്റെ അനിയത്തിയാണ് കാണാതായണത്, ഞാൻ പോയി അന്വേഷിക്കുന്നു പറഞ്ഞിട്ട് അവൾ പോവാൻ. അപ്പോൾ പറയും പിന്നെ വിനീതേട്ടനെ ഇപ്പോഴല്ലേ ഗംഗേച്ചി കാണാൻ തുടങ്ങിയിട്ടുള്ളൂ, അവൾ ജനിച്ചപ്പോൾ തൊട്ട് ഞങ്ങളെ കൂടെ ഉണ്ടെന്ന് പറയും. അപ്പോൾ പറയും നീ എന്താ ഈ പറയുന്നത്, നിൻ്റെ യമുനേനെ പ്രസവിച്ചിട്ട് എൻ്റെ കയ്യിലോട്ടാണ് തന്നത്, അന്ന് മുതൽ ഞാനും കാണുന്നതല്ലേ അവളേനെ എന്നൊക്കെ പറയും. അങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും പിന്നെ എനിക്കിതൊന്നും കേൾക്കാൻ നേരമല്ല, പിന്നെ നമുക്ക് പോവാം ഗംഗേച്ചിക്ക് എൻ്റെ കൂടെ വരാൻ പറ്റിയെങ്കിൽ വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാവേരി ഗംഗയുടെ കൈയും പിടിച്ച് നടക്കുകയാണ്. അങ്ങനെ മെയിൻ റോട്ടിലെത്തുമ്പോൾ ഒരു വാഹനം പോലും കാണുന്നില്ല. ഒരു കാറിന് കൈകാട്ടോ അതങ്ങനെ പോവും. പിന്നെ ഇവർ ഒരു കൈ ഇങ്ങനെ ഇതാക്കുമ്പോഴേക്കും ഒരു വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. സർ ഒരു ലിഫ്റ്റ് തരൂ സാർ എന്നിട്ട് കാവേരി ഓടിച്ചെന്ന് നോക്കുമ്പോൾ അതിൽ നിവിനാണ്. നിവിനെ കാണുമ്പോൾ പിന്നെ എന്താ ഇവള് ഒന്നിങ്ങനെ പിന്നിക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ ഗംഗ അപ്പോൾ നിവിനെ കാണും. അപ്പോൾ പറയും
നിവിനോ എന്ന് ചോദിക്കുമ്പോൾ പറയും വേണ്ട കിങ്ങച്ചി നമുക്ക് വേറെ വല്ല വണ്ടിയും കിട്ടുമോ നോക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പറയും നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ കയറുക, ഞാൻ എവിടെ വെച്ചാൽ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുകയാണ് നിവിൻ. അപ്പോൾ വേണ്ട നിങ്ങൾ പൊയ്ക്കോളൂ, ഞങ്ങൾ വരുന്നില്ല അറിയാം. അപ്പോൾ നമുക്ക് യമുനയെ കണ്ടുപിടിക്കാൻ പോണ്ടേ എന്ന് ചോദിക്കുമ്പോഴാണ് ഇവൾ പെട്ടെന്ന് അവിടെ നിന്ന് തിരിഞ്ഞ് പിന്നെ അങ്ങനെ തിരിഞ്ഞു നോക്കുക. യമുനേനെ കണ്ടുപിടിക്കാൻ പോണ്ടേ എന്ന് പറയും. അതിൽ പിന്നെ അവൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് വിനീത്, അപ്പോൾ വിനീത് ഇങ്ങനെ ചിരിക്കും. കാരണം വിനീത് ഇവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവനെ വിളിച്ച് പറഞ്ഞിട്ട് ഇവൻ വരെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അത് ഇവരോട് പറയുന്നില്ല. അപ്പോൾ പറഞ്ഞും എടാ ഞാൻ ഫുൾ വിവരം അന്വേഷിച്ചു, വിനീത് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. കോളേജിലൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ പിന്നെ വിശാലിൻ്റെ കൂടെ തന്നെയാണ് ഇവൾ പോയിരിക്കുന്നത്, ക്ലാസ് കയറിയിട്ടില്ല. അതിനേനെ ഇവർ പോയി കണ്ടില്ല. പക്ഷെ ആ കുട്ടി പറയുന്നുണ്ട് പിന്നെ നിങ്ങളോട് പറയാത്ത കുറേ കാര്യങ്ങളൊക്കെ ചില സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞു എന്ന് പറയുകയാണ് നിവിൻ. അപ്പോൾ ഇവളിങ്ങനെ നോക്കുന്നുണ്ട് എന്താണെന്നുള്ളതിലേ. അപ്പോൾ പറയും അത് വിശാലും യമുനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവർ തമ്മിൽ പിരിഞ്ഞിരിക്കുകയായിരുന്നു, ഇന്ന് പക്ഷേ അവർ വീണ്ടും നമ്മൾ കണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിശാലിൻ്റെ കൂടെ തന്നെയാണ് യമുന പോയിരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ മാത്രമല്ല അവരുടെ കൂടെ 2 പിള്ളേരും കൂടെ ഏതോ 2 പയ്യന്മാരുടെ പേരുണ്ട്, അവന്മാരും കാണാനില്ല. അപ്പോൾ അവന്മാരുടെ വീട്ടിൽ പോയപ്പോൾ അവർ വിശാലിൻ്റെ കൂടെ ബാംഗ്ലൂർക്ക് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ ഫോണും സ്വിച്ച് ഓഫാണ്. അപ്പോൾ 2 ആളുടെ വീട്ടിൽ പോകുമ്പോൾ അവരുടെ 2 ആളുടെ ഫോണും സ്വിച്ച് ഓഫാണ്. അപ്പോൾ ഒരുത്തന്നെ അമ്മ പറയുക അവർ പിള്ളേരല്ലേ അടിച്ച് പൊളിക്കട്ടെ എന്നാണ് പറയുന്നത്. അല്ല ഈ വിശാലിൻ്റെ കൂടെ വന്നിട്ട് ഈ തന്തയില്ലാഴികയാണ് കാണിച്ചതെന്നുള്ളതൊന്നും അവർക്കും അറിയില്ല. അപ്പോൾ പറയും പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ചുരം ഇറങ്ങുന്നതിൻ്റെ താഴെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കട ഉണ്ട്. ആ ഷോപ്പിൽ CCTVയിൽ വിശാലിൻ്റെ കാറ് ചുരം ഇറങ്ങി പോകുന്നത് കണ്ടതുണ്ട്. അതിലൊരു പെൺകുട്ടിയുണ്ട്. അത് പക്ഷേ യമുന മുഖം ക്ലിയർ അല്ല, അതുകൊണ്ട് യമുന ആവാനാണ് ചാൻസ് എന്ന് പറയുകയാണ്. അപ്പോൾ പറയും നമുക്കത് അന്വേഷിക്കേണ്ടേ എന്ന് പറയുകയാണ്. അങ്ങനെ ഇവർ കയറി എന്നാൽ പിന്നെ ഒട്ടും സമയം കളയേണ്ട അളിയ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ കാറിൽ കയറി ചുരം ഇറങ്ങി മാർത്താണ്ഡത്ത് എത്തുന്നുണ്ട്. മാർത്താണ്ഡത്താണ് ഈ ഫാം ഹൗസ് ഉള്ളതും. അപ്പോൾ പറയും ഇനി എവിടെ പോയി അന്വേഷിക്കും. അപ്പോഴേക്ക് നേരം വെളുക്കാറായി സംഭവം. അതിൻ്റെ ഇടയ്ക്ക് ഈ നമ്മളെ യമുനേനെ തല്ലുന്നതൊക്കെ സ്വപ്നം കണ്ടിട്ട് എന്താ പറയുക ശാരദ കരഞ്ഞ് എഴുന്നേറ്റ് ഓടുന്നുണ്ട്. മോളെ എന്ന് പറഞ്ഞ് ഓടുമ്പോഴേക്ക് അച്ഛമ്മ വന്ന് തടുക്കുന്നത്, നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് പറയും. അമ്മയെ മോളുടെ ഒരു വിവരമില്ല, മോള് വന്നോ എന്ന് ചോദിക്കുമ്പോൾ അവർ അന്വേഷിച്ച് പോയവരും വന്നിട്ടില്ല, ആരുടെ ഒരു വിവരമില്ല. എൻ്റെ മോൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ അമ്മേ, അവൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോടില്ല, ഞാനും മരിക്കും അമ്മേ എന്നൊക്കെ പറയും. അപ്പോൾ നീ എന്താ ശാരദയെ പറയണ, മോൾക്കൊന്നും പറ്റില്ല, എന്തായാലും അന്വേഷിച്ച് പോയിട്ടുണ്ടല്ലോ, നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കേ എന്നൊക്കെ പറഞ്ഞ് ശാരദേനെ അമ്മ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കരയാണ്. അപ്പോൾ ഇവളെ തല്ലുന്നതൊക്കെയാണ് ഇവർ സ്വപ്നം കാണുമ്പോൾ റിയൽ ഇവൾക്ക് തല്ല് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് പിന്നെ ഇവർ മാർത്താണ്ഡത്ത് വന്നിട്ട് നിന്ന് മുഖമൊക്കെ കാരണം നേരെ വെളുക്കാറായി, മുഖമൊക്കെ കഴുകുന്നുണ്ട്. അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരു രാത്രി കഴിഞ്ഞു പോയപ്പോൾ കാവേരി പറഞ്ഞിട്ട് നമുക്കിപ്പോഴും ഒരു വിവരവും യമുനയുടെ കിട്ടിയിട്ടില്ല, ഒരു രാത്രി കഴിഞ്ഞു വിനീതേട്ടാ, ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ മാർത്താണ്ഡം വരെ എത്തിയില്ലേ, ഇനിയിപ്പോൾ എങ്ങടെ പോവാം. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, എവിടേക്ക് പോകണം എന്നുള്ള യാതൊരു ഐഡിയയും ഇവർക്കില്ല. ഏത് വഴിക്കാണ് പോകേണ്ടതെന്നും ഇവർക്ക് അറിയില്ല. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുക, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇത്രയും ദൂരം വന്നിട്ട് നമ്മളിനി തിരിച്ചെങ്ങനെ പോവുക. അപ്പോൾ ഇവൻ പറയും, വിനീത് പറയും പുഷ്പവാടിയിൽ എന്തായാലും യമുന ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയാണ്. അപ്പോൾ പിന്നെ എവിടെ പോയി അവൾ. അപ്പോൾ അങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോൾ ഒരു മിനിറ്റ് പറഞ്ഞിട്ട് ഇവൻ ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട്. നമ്മളുടെ നിവിൻ ഫോൺ എടുത്ത് മാറിപ്പോയി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഫോൺ ചെയ്ത് തന്നിട്ട് അറിയും ഇത് വിശാലിൻ്റെ കൂടെ തന്നെയാണ് യമുന. കാരണം വിശാൽ ബാംഗ്ലൂർക്ക് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റവന്മാരുടെ വീട്ടുകാരും അങ്ങനെ തന്നെ പറയുന്നത് വിശാലിൻ്റെ കൂടെ ബാംഗ്ലൂർക്ക് പോയെന്ന്. പക്ഷെ അവരാരും ബാംഗ്ലൂർ എത്തില്ല. ഞാൻ രാഗിണീനെ വിളിച്ചത്, അവർ അങ്ങോട്ട് ചെന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു സംശയം വേണ്ട, വിശാലിൻ്റെ കൂടെ തന്നെയാണ് യമുന. പക്ഷേ അതെവിടെ എന്നുള്ളത് പറയും. ഇവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട് ജയബാലങ്കളിന്, അവൻ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ ഈ ഫാം ഹൗസിൽ വരാറുണ്ട്, അതുകൊണ്ട് ആ ഫാം ഹൗസിൽ ഉണ്ടാവാനാണ് ചാൻസ്. കാരണം ഇപ്പോൾ നിവിനെ അറിയോ ഫാം ഹൗസ് എവിടെയാണ് എന്ന് ചോദിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം മറ്റേ ഞാൻ വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊരു ഓർമ്മയുണ്ട്, നമുക്ക് പോകാമെന്നറിയും. വിനീത് പറയും നമുക്ക് ചോദിച്ചു പോകാൻ കയറി പറയും. അങ്ങനെ ഇവർ അങ്ങോട്ട് വരികയാണ്. ഫാം ഹൗസിലേക്ക് വരുമ്പോൾ ഇവർ കുറച്ച് ദൂരെയാണ് വണ്ടി നിർത്തിയിട്ട് പറയാം ആ കാണുന്നതാണ് ഫാം ഹൗസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും എങ്ങനെ, അപ്പോൾ കാവേരി ഓടിച്ചെല്ലാണ്, യമുനയെന്ന് വിളിച്ചിട്ട് ഓടിച്ചെല്ലുമ്പോൾ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഗംഗ പിടിച്ച് വയ്ക്കുകയാണ്. നീ അങ്ങനെ പോവല്ലേ, നമ്മൾ ഈ ബഹളം കേട്ട് കഴിഞ്ഞാൽ അവളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാൻ കൊണ്ട് പതുക്കെ വേണം പോകാമെന്ന് പറയും. ആ സമയത്ത് ഈ മറ്റന്മാർ 2 ആളും കൂടെ വരികയാണ് ഇങ്ങോട്ട്. ഇവരെ കാണുന്നില്ല, കാറിൻ്റെ
കാറിൻ്റെ ബോണറ്റിൻ്റെ മുകളിൽ ബിയർ കുപ്പിയൊക്കെ വെച്ചിട്ട് അവർ ബിയർ അടിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇവർ പതുങ്ങി ചെല്ലുക. അപ്പോൾ രണ്ടാളും കൂടെ അവിടെ നിന്ന് ബിയർ അടിക്കുമ്പോൾ നമ്മളെ വിനീത് പോയി വിളിക്കുന്നുണ്ട്. വിനീത് പോയി ടെക്സിങ്സിന് എന്താണ് മുട്ട വേണോ, അത് അറമുട്ട വേണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചെല്ലുന്നത്. അപ്പോഴാണ് ഇവരെ കാണുന്നത്. അങ്ങനെ അവിടെ കടന്ന് പൂര അടിയാണ്. ഇവന്മാരെ അടിച്ച് ഒരു പരിവാക്കുന്നുണ്ട് നിവിനും വിനീതും കൂടി കേട്ടോ. അങ്ങനെ പിടിച്ചു വരുമ്പോഴേക്കും മറ്റോ ഫോണിലിങ്ങനെ വീഡിയോസൊക്കെ കണ്ടിരുന്ന് ചിരിക്കുകയാണ്. അവൻ്റെ കാലിലോട്ടേക്ക് ഇവരായിട്ട് കൊടുന്ന് തള്ളിയിടുകയാണ് മറ്റേ ഇവർ രണ്ടുപേരും കൂടെ. അങ്ങനെ തള്ളിയിടുന്ന സമയത്ത് എടാ എന്താടാ പറ്റിയത് ചോദിക്കുമ്പോഴാണ് ഇവരെ കണ്ടത്. നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പറയും എവിടെ യമുന ചോദിക്കുക. യമുന എനിക്കറിയില്ല യമുന എവിടേക്കാണ് നിങ്ങൾ യമുന പോയെടുത്ത് പോയി അന്വേഷിക്കുക എന്നൊക്കെ പറയും. ഇപ്പോൾ പറയടാ എന്ന് പറയും. ഇപ്പോൾ ഇവനെ കുത്തിപ്പിടിക്കുന്നുണ്ട്, ഷർട്ടൊക്കെ പിടിച്ച് വലിക്കണൊക്കെ ഉണ്ട്. പറയും എനിക്കറിയില്ല നിങ്ങളുടെ യമുന എവിടെയാണെന്ന്. അവിടുന്ന് ഇവനെ തല്ലുമ്പോൾ പറയും ഇതാ എന്നെ വെറുതെ തല്ലാൻ നിൽക്കരുത്, അവൾ ആരുടെങ്കിലും കൂടെ പോയിട്ടുണ്ടാവും, എൻ്റെ കൂടെ ഒന്നും അവളില്ല. അപ്പോൾ പറയും നാണുണ്ടോടാ നിനക്ക്, പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ട് പോയിട്ട് താമസിപ്പിക്കാൻ നിനക്ക് നാണുണ്ടോ എന്ന് ചോദിക്കാൻ. നിവിൻ എങ്ങനെ വന്നു നിന്നെപ്പോലെ ഒരുത്തൻ ഞങ്ങളെ കുടുംബത്ത്. ഞാൻ രാഗ്ഡീനെ വിളിച്ച് ചോദിച്ചു നീ ബാംഗ്ലൂർക്ക് പോകുന്നല്ലേ പറഞ്ഞത്, നീ ബാംഗ്ലൂർക്കല്ല പോയിട്ട് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എവിടെ യമുന ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ അല്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറയും. അപ്പോൾ വിനീത് എന്ത് ചെയ്യും, ഗംഗയോടും കാവേരിയോടും പറയും നിങ്ങൾ യമുനയെ പോയി തരികെ, ഇവനെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പോകുമ്പോഴേക്കും ഇവൻ തടുക്കുകയാണ്, റൂമിലേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവിടുന്ന് അവരെ വലിച്ച് താഴിട്ടിട്ട് അവിടെ ഇട്ട് പോയി പിന്നെയും കൊട്ടിക്കുകയാണ്, പൊതിര അടിക്കേണ്ടി വിശാലിനെ. അപ്പോൾ യമുനയ്ക്ക് കിട്ടിയിട്ട് രണ്ടരട്ടി ഇപ്പുറത്ത് വിശാലിന് കൊടുക്കുന്നുണ്ട്, അടിച്ച് ശരിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ യമുനേനെ ഇവനെന്ത് ചെയ്യുന്നു, അടിച്ച് ഒരു പരുവാക്കിയിട്ട് ഒരു മേശേൻ്റെ അടി കൊണ്ടുപോയി തള്ളി അവിടെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. അഥവാ പകലാരെങ്കിലും വന്നാൽ കാണാത്ത വിധത്തിൽ ഇവളെ മറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരങ്ങനെ തിരയുമ്പോൾ ഇവളുടെ ബാഗിൻ്റെ വള്ളീൻ്റെ മുകളിൽ നമ്മുടെ കാവേരിൻ്റെ കാല് ഒന്ന് ഒടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അവളവിടെ ഉണ്ടെന്ന് മനസ്സിലാവുക. അവിടുന്ന് പിന്നെ കാണുന്നത് ഞാൻ അടുത്ത ആഴ്ചത്തെ ഇതാണ്. പിന്നെ ജയപാലിനും പ്രവീണയും കൂടി അവിടെ പോകുന്നുണ്ട്, യമുനയുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് തോന്നുന്നു അവിടെ പോകുന്നുണ്ട്. അവിടുന്ന് ശാരദ ചൂലെടുത്ത് അടിച്ചാട്ടുന്നുണ്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെയാണ് ഇനി അടുത്ത ആഴ്ചത്തെ ഇത് വരുന്നത്. എന്തായാലും യമുനേനെ കണ്ടുപിടിച്ചു, കാവേരിയും ഗംഗയും വിനീതും നിവിനും കൂടെ കണ്ടുപിടിച്ച് കൂടെ ഇവന്മാരെ 3 പേരെയും പഞ്ഞിക്കിട്ടിട്ടുണ്ട്. എന്തായാലും ഈ ആഴ്ചത്തെ ഇത് കൊള്ളാം. ഈ പുഴയും കടന്ന് ആരും മിസ് ചെയ്യാണ്ട കാണാം. പിന്നെ അതുപോലെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം